Assalamu alaikum. Good morning dears. Welcome back to the maths class. I hope you all understood the previous activities that we discussed the previous class. Did you study the multiplication table? Yes, very good. അപ്പോൾ എല്ലാവരും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 6 വരെ പഠിച്ചിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്, ലെറ്റ് us find. The cost of a pencil is 2 rupees. Find the cost of 10 pencil. ഒരു പെൻസിലിൻ്റെ വില 2 rupees ആണ്. ഒരു പെൻസിലിൻ്റെ വില 2 rupees ആണ്. Find the cost of 10 pencil. 10 പെൻസിലിൻ്റെ കോസ്റ്റ് എത്രയെന്ന് കണ്ടെത്തണം. ഓക്കെ, the cost of a pencil 2 rupees. Cost of a pencil 2 rupees. Then the cost of 10 pencils. Cost of 10 pencil, yes, 10 into 2 is equal to 10 into 2, 1 into 2, 2, 2 into 2, 4, 3 into 2, 6. അങ്ങനെ പറഞ്ഞ് ലാസ്റ്റ് 10 into 2 എത്രയാണ്? യെസ്, 20 റുപ്പീസ് ആണ് കോസ്റ്റ് ഓഫ് 10 pencil. Then next question, a packet contain 6 candles. Find the number of candles in 4 such packets. ഒരു പാക്കറ്റിൽ 6 candles ഉണ്ട്. Find the number of candles for such packets. അങ്ങനെ 4 പാക്കറ്റ്, അത്തരത്തിലുള്ള 4 പാക്കറ്റ്സ് ഉള്ളതാണെങ്കിൽ എത്ര കാൻഡിൽസ് ഉണ്ടാവും? നമ്പർ ഓഫ് കാൻഡിൽസ് എത്രയെന്ന് കണ്ടെത്തണം. The number of candles in a packet. ഒരു പാക്കറ്റിലെ കാൻഡിൽസിൻ്റെ എണ്ണം എത്രയാണ്? 6 കാൻഡിൽസ് ഉണ്ട് അല്ലേ? ഒരു പാക്കറ്റിൽ 6 കാൻഡിൽസ് ഉണ്ട്. അപ്പോൾ 6 കാൻഡിൽസ്. The number of candles in a packet. ഒരു പാക്കറ്റിലെ കാൻഡിൽസിൻ്റെ എണ്ണം 6 ആണ്. അങ്ങനെയാണെങ്കിൽ 4 പാക്കറ്റ്, അപ്പോൾ നമ്പർ ഓഫ് കാൻഡിൽസ് ഇൻ എ 4 പാക്കറ്റ്. ദ നമ്പർ ഓഫ് കാൻഡിൽസ് ഇൻ 4 പാക്കറ്റ്സ്. 4 പാക്കറ്റ്സിലെ കാൻഡിൽസിൻ്റെ എണ്ണം എങ്ങനെ കണ്ടെത്തുക? യെസ്, 4 into 6 is equal to എത്രയെന്ന് കണ്ടെത്തുക. നമ്മൾ നേരത്തെ 10 into 2 20 എന്ന് പറഞ്ഞു, അവിടെ നമ്മൾ റിപ്പീറ്റഡ് അഡീഷൻ ചെയ്തിട്ടില്ല. അതുപോലെ ഇവിടെ അങ്ങനെ ചെയ്യേണ്ട, നമ്മൾ നേരിട്ട് മൾട്ടിപ്ലിക്കേഷൻ്റെ രീതിയിലേക്ക് എത്തിയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതുക? 4 into 6, 1 into 6 6, 2 into 6 12, 3 into 6 18, 4 into 6 yes 24. അപ്പോൾ 24 ക്യാൻഡിൽസ് ആണ് 4 പാക്കറ്റ്സ്. The number of candles in 4 packets, 24 candles. Okay, then next one, for stitching uniform 3 meters of cloth is needed for a child. How much cloth is needed for 5 children? യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ ഒരു കുട്ടിക്ക് 3 മീറ്റർ ഓഫ് ക്ലോത്ത് ആണ് ആവശ്യമുള്ളത്. 3 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 5 ചിൽഡ്രന് എത്ര മീറ്റർ ക്ലോത്ത് ഈസ് നീഡഡ്? ഹൗ മച്ച് ക്ലോത്ത് ഈസ് നീഡഡ് ഫോർ 5 ചിൽഡ്രൻ? ദ ക്ലോത്ത് ഈസ് നീഡഡ് ഫോർ എ ചൈൽഡ് 3 meters. ക്ലോത്ത് ഈസ് നീഡഡ് ഫോർ 5 children. ഒരു കുട്ടിക്ക് 3 മീറ്റർ ആണെങ്കിൽ 5 ചിൽഡ്രൻ എത്ര മീറ്റർ വരും? യെസ്, 5 into 3. 5 into 3 is equal to 1 into 3 3, 2 into 3 yes 6, 3 into 3 9, 4 into 3 12, 5 into 3 yes 15 meters ആണ് 5 സ്റ്റുഡൻസിന് വേണ്ടിയത് വരിക. ഓക്കെ, all of you understand? Then next question, what is the amount needed to buy 5 notebooks each costing rupees 5? What is the amount needed to buy 5 notebooks each costing rupees 5?
5 നോട്ട്ബുക്ക് വാങ്ങിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു നോട്ട്ബുക്കിൻ്റെ പ്രൈസ് 5 റുപ്പീസ് ആണെങ്കിൽ 5 നോട്ട്ബുക്കിൻ്റെ പ്രൈസ് നമ്മൾ കണ്ടെത്തണം. എങ്ങനെയാണ്? 5 നോട്ട്ബുക്ക് വാങ്ങിക്കണം, അതിൻ്റെ ഒരു നോട്ട്ബുക്കിൻ്റെ വില എത്രയാണ്? 5 റുപ്പീസാണ്. അങ്ങനെയാണെങ്കിൽ ആ 5 നോട്ട്ബുക്കിന് എത്ര പ്രൈസ് ഉണ്ട് അത് നിങ്ങൾ സ്വന്തമായിട്ട് ഇതുപോലെ കണ്ടെത്തുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, പക്ഷേ എവിടെ എന്ത് തന്നിട്ടുണ്ട്? 3 × 4 തന്നിട്ടുണ്ട്. 3 × 4 എന്ന്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഇപ്പം മുന്നത്തെ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക. ഓക്കെ, സ്വന്തമായിട്ട് നിങ്ങൾ എഴുതിയിട്ട് മാമിനെ സെൻഡ് ചെയ്യാം. ദെൻ ലാസ്റ്റ് വൺ, കോസ്റ്റ് ഓഫ് എ പെൻ ഈസ് 6 റുപ്പീസ്. ഒരു പെന്നിൻ്റെ വില 6 റുപ്പീസാണ്. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് 6 പെൻസ്. 6 പെന്നിൻ്റെ കോസ്റ്റ് എത്രയെന്ന് കണ്ടെത്തണം. അത് ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്യട്ടോ. ഓക്കെ, സിമ്പിളാണ്. അപ്പോൾ എന്താ 6 ആകുമ്പോൾ 6 × 6 ആ രീതിയിലാണ് ചെയ്യട്ടോ. റിപ്പീറ്റഡ് അഡീഷൻ എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ്റെ രീതിയിൽ എഴുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് കംപ്ലീറ്റ് ചെയ്യുക. 3 എണ്ണം മാം എഴുതി തന്നിട്ടുണ്ട്, ബാക്കി 3 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് എഴുതാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, ട്രൈ ദീസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാമു planted trees. 3 trees in 1 row. What is the total number of trees in 6 rows? രാമു പ്ലാന്റഡ് ട്രീസ് ആണ് പ്ലാൻ ചെയ്തത്. അതിൽ ഒരു റോയിൽ 3 ട്രീസ് ഉണ്ട്. ഒരു റോയിൽ 3 ട്രീസ് ഉണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് ഇൻ 6 റോ? 6 റോയിൽ എത്ര റോകളുണ്ട്? 6 റോ ഉണ്ട് അല്ലേ? അപ്പോൾ 6 റോയിൽ എത്ര ട്രീസുകളുണ്ട് എന്ന്. ഒരു റോയിൽ ഫസ്റ്റ് റോയിൽ 3, അങ്ങനെ ഓരോ റോയിൽ 3 ട്രീസാണ്. അങ്ങനെ എത്ര റോകളുണ്ട്? യെസ്, 6 റോകൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ 6 × 3, 6 × 3, 1 × 3, 3, 2 × 3, യെസ് 6, 3 × 3, 9, 4 × 3, 12, 5 × 3, 15, 6 × 3, യെസ് 18 ട്രീസാണ് രാമു എന്ത് ചെയ്തത്? പ്ലാൻ ചെയ്തത് കേട്ടോ. ഓക്കെ, ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ്? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, we can arrange 4 chairs around a table. How many chairs are needed to arrange around 4 tables? ഒരു ടേബിളിന് ചുറ്റും 4 ചെയേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 4 ടേബിളിൻ്റെ ചുറ്റും എത്ര ചെയേഴ്സ് അറേഞ്ച് ചെയ്യും? ഒരു ടേബിളിന് ചുറ്റും 4 ചെയറാണ്. അപ്പോൾ 4 ടേബിളിന് യെസ് 4 × 4, 4 × 4, യെസ് 4 × 4, 1 × 4, 4, 2 × 4, 8, 3 × 4, 12, 4 × 4, യെസ് 16 ചെയേഴ്സാണ് 4 ടേബിളിന് ചുറ്റും അറേഞ്ച് ചെയ്തത്. വൺസ് അഗെയിൻ, ഒരു ടേബിളിന് ചുറ്റും 4 ചെയർ. ഈ ടേബിളിന് ചുറ്റും 4 ചെയർ എന്ന് പറയാം 1, 2, 3, 4. ഇങ്ങനെ 4 ടേബിൾ ഇതുപോലെ. അപ്പോൾ ഇവിടെ 4, നെക്സ്റ്റ് ടേബിളാണെങ്കിൽ അവിടെയും 4, ദെൻ തേർഡ് വൺ മൂന്നാമത്തെ ടേബിളിലും 4, ദെൻ ഫോർത്ത് വൺ അവിടെയും 4. അപ്പോൾ 4 + 4 + 4 + 4 ദാറ്റ്സ് ഈക്വൽ ടു 4 × 4 ഈസ് ഈക്വൽ ടു യെസ് 16. 4 × 4 ഈസ് ഈക്വൽ ടു 16 ചെയേഴ്സ് ആണ് അറേഞ്ച് ചെയ്യുക. ഓക്കെ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, glasses were purchased to distribute milk for students. കുട്ടികൾക്ക് പാല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഗ്ലാസ് പർച്ചേസ് ചെയ്തു. 6 boxes were purchased with 6 glasses each. 6 ബോക്സ് ഉണ്ട്, അതിൽ എന്തോ ഓരോ ബോക്സിലും 6 ഗ്ലാസ് ഉണ്ട്. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഗ്ലാസസ് ബോട്ട്. എത്ര ഗ്ലാസ് ആണ് കൊണ്ടുവന്നത്? അപ്പോൾ ഒരു ബോക്സിൽ 6 ഗ്ലാസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ക്വസ്റ്റ്യനിൽ 5 ബോക്സ് എന്നാണ്, പക്ഷേ പിക്ചറിൽ തന്നിട്ടുള്ളത് 6 ബോക്സ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? 6 ബോക്സ് ആക്കണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ 5 ബോക്സ് ആണുള്ളത്, അത് നിങ്ങൾ അവിടെ 6 ബോക്സസ് ആക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ബോക്സിൽ 6 ഗ്ലാസ് ഉണ്ട്. അങ്ങനെ 6 ബോക്സിൽ
എത്ര ഗ്ലാസ് ഉണ്ടാവും? യെസ്, നോക്കിയേ ഒരു ബോക്സിൽ 6. അപ്പോൾ 6 പ്ലസ് 6 പ്ലസ് 6 പ്ലസ് 6 പ്ലസ് 6 പ്ലസ് 6. വൺസ് അഗെയിൻ 6 പ്ലസ് 6 പ്ലസ് 6 പ്ലസ് 6 പ്ലസ് 6 പ്ലസ് 6. അപ്പോൾ എങ്ങനെ 6 പ്ലസ് 6 12, 12 പ്ലസ് 6 18, 18 പ്ലസ് 6 24, 24 പ്ലസ് 6 30, 30 പ്ലസ് 6 36. അതെങ്ങനെയാണ് ഷോർട്ടാക്കി എഴുതുക? യെസ്, 6 ഇൻറ്റു 6, 6 ഇൻറ്റു 6 36. അപ്പോൾ നിങ്ങൾ 1 ഇൻറ്റു 6 6, 2 ഇൻറ്റു 6 12, 3 ഇൻറ്റു 6 18, 4 ഇൻറ്റു 6 24, 5 ഇൻറ്റു 6 30, 6 ഇൻറ്റു 6 36. അപ്പോൾ 36 ഗ്ലാസ്സാണ് 6 ബോക്സിലും കൂടിയിട്ട് ഉള്ളത്. ഓക്കെ, ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ എല്ലാവരും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുക. ഈ ചാപ്റ്ററിൽ അതാണ് വേണ്ടിയത്. അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, then I wind up the class. Then we will see the next class. Inshallah. Assalamu alaikum.